പുതിയ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരൻ ചുമതലയേറ്റ ശേഷം ആദ്യമായി ചേർന്ന ബി.ജെ.പി. സംസ്ഥാന സമിതി യോഗം പാർട്ടിയിലെ നിലവിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ തുറന്നുകാട്ടി. കൊല്ലത്ത് വെച്ച് നടന്ന ഈ നിർണായക യോഗം മുൻ അധ്യക്ഷൻ കെ സുധാകരൻ ബഹിഷ്കരിച്ചതാണ് പ്രധാന ചർച്ചാ വിഷയം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ അസാന്നിധ്യവും ഈ ആഭ്യന്തര കലഹങ്ങൾക്ക് ശക്തി പകർന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിക്കുള്ളിലെ ഈ ഗ്രൂപ്പ് പോര് ബി.ജെ.പിയുടെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക ഉയർത്തുന്നുണ്ട്. പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ പങ്കെടുത്ത ഒരു പ്രധാന യോഗത്തിൽ നിന്ന് കെ സുരേന്ദ്രൻ വിട്ടുനിന്നത് സാധാരണമായ ഒരു കാര്യമല്ല. ഇത് വെറും ഒരു വ്യക്തിപരമായ പ്രതിഷേധമായി ഒതുങ്ങുന്നില്ല. മറിച്ച് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തെ അംഗീകരിക്കാൻ സുരേന്ദ്രൻ പക്ഷം തയ്യാറാകില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. സുരേന്ദ്രന്റെ ഈ നടപടി രാജീവ് പക്ഷത്തിനും ഒരു തിരിച്ചടിയായി കണക്കാക്കപ്പെടുന്നു. സുരേന്ദ്രൻ വിഭാഗത്തിലെ രണ്ടാമനായ സി കൃഷ്ണകുമാറും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതോടെ ഇത് ഈ വിഭാഗത്തിന്റെ പൂർണ്ണമായ ബഹിഷ്കരണമായി വിലയിരുത്തപ്പെടുന്നു. അതേസമയം വി മുരളീധരൻ യോഗത്തിൽ പങ്കെടുത്തതും ശ്രദ്ധേയമാണ്. പുതിയ നേതൃത്വത്തിന്റെ വരവോടെ തങ്ങളെ പൂർണ്ണമായും അവഗണിക്കുന്നു എന്ന വികാരമാണ് സുരേന്ദ്രൻ മുരളീധരൻ പക്ഷത്തു നിന്നുള്ളത്. രാജീവ് ചന്ദ്രശേഖരൻ ചുമതലയേറ്റ ശേഷം നടന്ന കഴിഞ്ഞ കോർ കമ്മിറ്റി യോഗവും സുരേന്ദ്രൻ ബഹിഷ്കരിച്ചിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയും വരെ കാത്തിരിക്കാം എന്നാണ് സുരേന്ദ്രൻ തന്റെ അടുത്ത വൃത്തങ്ങളോട് പറഞ്ഞിട്ടുള്ളതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തു തീരുമാനവും എടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരന് നൽകിയിട്ടുള്ളതാണ് ഈ കാത്തിരിപ്പിന് കാരണം. പാർട്ടിയുടെ സംസ്ഥാന തലത്തിലെ പ്രവർത്തനങ്ങളിൽ സുരേന്ദ്രനും കൂട്ടരും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇത് വ്യക്തമാക്കുന്നു. സംസ്ഥാന സമിതി യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നതായാണ് സൂചന. പാർട്ടി സംഘടനാ സെക്രട്ടറിമാർ തയ്യാറാക്കി നൽകുന്ന കുറിപ്പുകൾ വായിക്കുക മാത്രമാണ് പുതിയ അധ്യക്ഷൻ ചെയ്യുന്നതെന്നും കേരളീയ രാഷ്ട്രീയത്തിന്റെ മനോഭാവം മനസ്സിലാക്കാതെയാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്നും ചില അംഗങ്ങൾ വിമർശിച്ചു. ഗൃഹസമ്പർക്ക പരിപാടി പോലുള്ള സുപ്രധാന പദ്ധതികൾക്ക് വേണ്ട ശ്രദ്ധ ലഭിച്ചില്ലെന്നും അതുമൂലം ആ പരിപാടി പരാജയപ്പെട്ടെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പുതിയ അധ്യക്ഷൻ നന്നായി മലയാളം സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുകയാണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാഷാപരമായ പരിമിതികളെ കുറിച്ചുള്ള ആക്ഷേപം കൂടിയാണിത്. ജന്മനാടായ കൊല്ലത്ത് വെച്ച് നടന്ന യോഗത്തിൽ പോലും സുരേഷ് ഗോപി പങ്കെടുക്കാത്തത് ഏറെ വിമർശനങ്ങൾക്കും കാരണമായി. അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കണമെന്നും ധാർഷ്ട്യവും സിനിമാ സ്റ്റൈലും മാത്രമുള്ള സുരേഷ് ഗോപി പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ തലവേദനയാണെന്നും ചിലർ വിമർശിച്ചു. സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി പദം ലഭിച്ചതോടെ സംസ്ഥാന ബി.ജെ.പി. നേതൃത്വത്തിലെ പലരും അദ്ദേഹത്തോട് അകലം പാലിക്കുന്നുണ്ട്. തന്റെ പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. എന്നാൽ ഈ അസാന്നിധ്യം പാർട്ടിയിലെ ഗ്രൂപ്പ് പോലെ കൂടുതൽ ശക്തമാക്കുകയുള്ളൂ. വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് ബി.ജെ.പിക്ക് ഒരു നിർണായകമായ പരീക്ഷണമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിക്കുള്ളിലെ ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നേതാക്കൾ തമ്മിലുള്ള ഐക്യമില്ലായ്മ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ ആത്മവിശ്വാസം കെടുത്താനും സാധ്യതയുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിച്ചേക്കാം. കേരളത്തിലൊരു രാഷ്ട്രീയ ശക്തിയായി വളരാൻ ബി.ജെ.പിക്ക് സാധിക്കുമോ എന്ന് ഉറ്റുനോക്കുന്ന ഈ സമയത്ത് ഈ ഗ്രൂപ്പ് പോരുകൾ പാർട്ടിയുടെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലുകൾ മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകൂ എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നു. എങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാമെന്ന സുരേന്ദ്രന്റെ നിലപാട് ഈ ഗ്രൂപ്പ് പോര് ഇനിയും രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നും സൂചിപ്പിക്കുന്നു.